കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന ചൊല്ല് ഒരു ചോദ്യത്തിലാണ് അവസാനിക്കുന്നത്. തയ്യാറാക്കിയ ഉത്തരത്തിലേക്കുള്ള ക്ഷണമായിട്ടാണ് ഇവിടെ ചോദ്യം പ്രവർത്തിക്കുന്നത്. കാക്ക ഒരിക്കലും കൊക്കാകുകയില്ലെന്ന ഉത്തരം ഉറപ്പിക്കാനുള്ള വാഗ്പാടവ ശാസ്ത്രത്തിൻ്റെ അബോധപൂർവമായ പ്രയോഗമാണ് ഈ ചോദ്യം. കാക്കയെക്കുറിച്ചാണ് ചോദ്യമെങ്കിലും ചൊല്ലിൻ്റെ കേന്ദ്രത്തിലുള്ളത് കൊക്കാണ്. കേന്ദ്രം കൊക്കിനും പ്രാന്തം കാക്കയ്ക്കും പതിച്ചു കൊടുക്കുന്ന ചൊല്ലിലുള്ളത് ഒരു കാക്ക വിരുദ്ധ സമീപനമാണ്. നിഷ്കളങ്കമായ നിരീക്ഷണത്തിൻ്റെ അവതരണമായും ചൊല്ലിനെ വായിച്ചെടുക്കാൻ കഴിയും. അതനുസരിച്ച് കാക്ക എന്നും കാക്കയാണ്, കൊക്കെന്നും കൊക്കാണ് എന്ന ചിരസമ്മത സത്യത്തിൻ്റെ ആവിഷ്കാരം മാത്രമാണിതെന്ന് പറയാം. ജൈവ സവിശേഷതകളെ സൂചിപ്പിക്കുന്ന ജ്ഞാനത്തിൻ്റെ പദവിയിലേക്ക് ചൊല്ലിനെ ഉയർത്തുന്നത് അതിൻ്റെ സാധ്യതകളെ സങ്കുചിതമാക്കാനേ ഉതകുകയുള്ളൂ. സാമൂഹ്യ സാധ്യതകളെ ജൈവാസ്തിത്വമായി ചുരുക്കുന്ന സമീപനം അശാസ്ത്രീയമാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന ചൊല്ല് പ്ലാവിനെക്കുറിച്ചും ചക്കയെക്കുറിച്ചുമുള്ള മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. KEN